ദേശീയ പണിമുടക്ക് കിട്ടിയ സന്തോഷത്തിൽ കുറച്ചു നേരം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ കറണ്ട് ചതിച്ച്. സോ രാവിലെ നേരത്തെ എണീറ്റ് ചായയും കൊണ്ട് പുറത്തിറങ്ങി. ചായയായിട്ട് ഇങ്ങനെ നടന്നപ്പോൾ ഒരു മൂങ്ങയെ കണ്ടിട്ട് തിരിഞ്ഞപ്പോൾ അടുത്ത് ചിത്തിരക്കളി നിൽക്കി. അപ്പോൾ റോട്ടിൽ ആരോ വിളിച്ചു മയിൽ നിൽക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ അതിനെ കാണാനായിട്ട് ഇറങ്ങി. ഒന്ന് പീലി വിടർത്താൻ കുതിച്ചെങ്കിൽ നിന്നെപ്പോലെ എടുത്തതിൻ്റെ മുന്നിൽ ഞാൻ പീലി വിടർത്തില്ല എന്നുള്ള വാശിയിൽ മയിലെന്ന് വെറുതെ ഫോണിൽ തോണ്ടിയിരുന്നപ്പോഴത്തേക്ക് ഒരു റീല് വന്നു. അറബിക് റൈസ് അഥവാ ചിക്കൻ മദ്ഹൂദ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ആയിരുന്നു. നല്ല സാധനങ്ങൾ കണ്ടാൽ നമ്മളത് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഫ്രിഡ്ജിൽ ചിക്കൻ ഉണ്ട്. എൻ്റെ ഭാഗ്യത്തിന് അടുക്കളയിൽ അരി ഉണ്ടായിരുന്നു. രണ്ടും വെച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ കുക്കിങ്ങിൽ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷെ അത് വിട്ടുകൊടുക്കാനും പോകുന്നില്ല. നമുക്ക് എന്തെങ്കിലും ആഗ്രഹം തോന്നിയാൽ നമ്മളത് അപ്പം ചെയ്തിരിക്കണം. അവർ പറഞ്ഞ അതേ മസാല ഉണ്ടാക്കി ചിക്കൻ അതിൽ കുളിപ്പിച്ച് മാരിനേറ്റ് ചെയ്യാൻ വെച്ച് അത് കഴിഞ്ഞ് അരിയും കഴുകി നമ്മൾ കുറച്ച് നേരം കുവരാനായിട്ട് വെച്ചു. യൂട്യൂബ് ദൈവങ്ങളെല്ലാവരും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പണി തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ വേവിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി അതിലിരുന്ന് വെന്ത് വരണം. അത് വേവുന്ന സമയം കൊണ്ട് ഞാനൊരു തക്കാളി ചട്നിയും കൂടെ ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടൊരു ചെറിയ ഫ്രൂട്ട് സാലഡും കൂടെ ഉണ്ടാക്കി. അങ്ങനെ കാത്തിരുന്ന നിമിഷമെത്തി. കാത്തിരുന്ന് മദ്ഹൂദ് റെഡി. ഒരു ലെഗ് പീസും കുറച്ച് റൈസും എടുത്തിട്ട് കഴിച്ച് നോക്കി. ഓക്കെ ആയിരുന്നു, ജസ്റ്റ് ഓക്കെ അത്രേ പറയാനുള്ളൂ. അടിപൊളിയൊന്നും ഭയങ്കര സംഭവമൊന്നും പറയാനില്ല. ഓക്കെ. അതിനുശേഷം ഞാനൊരു ഗാലക്സി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുട്ടായിയും കഴിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിനോട് നമ്മൾ ബൈ പറയുകയാണ്.